CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ നിയമ നടപടിക്കൊരുങ്ങി യൂത്ത് കോൺഗ്രസ്. ജാമ്യം ലഭിക്കാൻ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന ആരോപണത്തിൽ മാനനഷ്ട കേസിന് നടപടി തുടങ്ങി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ പോലും പരിഹസിക്കുന്ന സാഡിസ്റ്റ് മനസ്സാണ് MV ഗോവിന്ദനെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കുറ്റപ്പെടുത്തി. സമരവും പ്രക്ഷോഭവും നടത്തുമ്പോഴുന്ന ലാർജവും വേണം. സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് കൽത്തുറുങ്കിൽ കിടക്കേണ്ടി വരും. പറയുമ്പം കാണിക്കുന്ന ആവേശം പോരാ, അതിനുള്ളൊരു മനസ്സ് വേണം. അത് കണ്ട് അരണ്ടു പോകേണ്ട കാര്യമില്ല. അതിനെ അതിജീവിക്കാനുള്ള ശേഷിയാണ് ഉണ്ടാവണ്ടേ. അതിന് പകരം കട സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ജാമ്യം കിട്ടുമെന്ന് നോക്കല്ലാവണ്ടേ. ജയിൽവാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കോടതിയിൽ വ്യാജ ചികിത്സാ രേഖകൾ സമർപ്പിച്ചുവെന്ന MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നിയമ നടപടി. പക്ഷാഘാതമടക്കം ചികിത്സയിലാണ്. ഇത് മറച്ചുവെച്ചാണ് MV ഗോവിന്ദൻ വ്യാജ പ്രചരണം നടത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. അദ്ദേഹം ഒരു മാസ്റ്ററാണോ അതേ ഒരു മോൺസ്റ്റർ ആണോ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ, ആ ആരോഗ്യ വിവരങ്ങൾ പോലും വ്യാജമാണ് എന്ന് പറയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധനാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. ജയിലിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിർദ്ദേശാനുസരണമാണ് മാനനഷ്ട കേസിന് മുന്നോടിയായി വക്കീൽ നോട്ടീസ് അയക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന പരിശോധനയിൽ വിശ്വാസ്യതയില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആവർത്തിക്കുന്നു. രാഹുലിന്റെ ജയിൽവാസത്തെ സർക്കാരിന്റെ വേട്ടയാടലായി ചിത്രീകരിച്ച് കോൺഗ്രസ് പ്രചാരണം ശക്തമാക്കുമ്പോൾ UDF ഭരണകാലത്തെ പോലീസ് നടപടികൾ ഓർമ്മിപ്പിച്ചാണ് ഭരണപക്ഷത്തിന്റെ മറുപടി. ഇതെന്ന് ഇവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സമരങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഈ അംഗനവാടിയിലെ പഠനമൊക്കെ കഴിയുമ്പോൾ ഇത് സംബന്ധിച്ചൊരു ധാരണയുണ്ടാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.